എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന വ്യക്തികളാണെങ്കിൽ HMRCയുടെ ഇതില് നമുക്ക് ഒന്നിൽ കൂടുതൽ ജോലികളോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഓവർ ടൈം ജോലികളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ടാക്സ് HMRCയുടെ അക്കൗണ്ടിൽ ടാക്സിനെ കുറിച്ചിട്ടുള്ള ഇത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒന്നിൽ കൂടുതൽ ജോലി ഉണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സാധാരണ എംപ്ലോയർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ ആരുടെയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഫൈൻ നൽകേണ്ടതായിട്ട് വരും. അപ്പൊ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ 2 ജോലിയും നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കണം HMRCയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് എമൗണ്ടിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരും, ഫൈൻ വരാൻ സാഹചര്യമുണ്ട്. സാധാരണ എല്ലാ എംപ്ലോയർമാരും ഈ ഡീറ്റെയിൽസ് NI നമ്പർ വെച്ചിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അത് 2 ജോലി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നമുക്ക് സാധാരണ ജോലി കിട്ടുമ്പോൾ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കും നുണയൊന്നും പറയാൻ പാടില്ല. കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി, ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്തു 1 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും HMRCയിൽ നിന്ന് നിങ്ങൾക്ക് ലെറ്റർ വരിക. ശരിക്കും ഇവിടുത്തെ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിലെ പോലെ തന്നെ മാർച്ച് മാസം വരെയാണ്. ഏപ്രിൽ 1 തീയതി മുതൽ അടുത്ത ഇതുവരെ. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഈ ടാക്സ് അടച്ചതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏപ്രിൽ 6 തീയതി മുതൽ അടുത്ത വർഷം ഏപ്രിൽ 5 തീയതി വരെയാണ് ഇവിടുത്തെ സാമ്പത്തിക വർഷം കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എംപ്ലോയറോട് പറയൂ. അല്ലെങ്കിൽ നിങ്ങൾ HMRCയുടെ സൈറ്റിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ HMRCയുടെ ടാക്സ് സൈറ്റിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ഒരു എംപ്ലോയറെ പുതുതായിട്ട് ആഡ് ചെയ്യുന്നതിന് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ വരുമാനം എത്രയുണ്ട്, എത്ര രൂപ നമ്മൾ ടാക്സ് അടയ്ക്കാനുണ്ട്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ പല സ്ഥലത്തും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ. എനിക്ക് 2 ജോലിയുണ്ട്. 2 ജോലിയിൽ ഞാൻ 1 ജോലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 1 ജോലിയിൽ എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ പക്ഷെ 2ാമത്തെ ജോലിയിൽ നിന്നുള്ള ചെറിയ വരുമാനം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പക്ഷെ അത് അക്കൗണ്ടബിൾ ആണ്. ഈ രാജ്യത്ത് നമ്മൾ എത്ര ജോലി ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എത്ര ജോലി ചെയ്താലും കുഴപ്പമൊന്നുമല്ല, എത്ര ജോലി ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയാലും ആ വരുമാനം എല്ലാം അക്കൗണ്ടബിൾ ആണ്. അത് നമ്മൾ ടാക്സ് അടയ്ക്കാൻ നിർബന്ധിക്കും. ഞാൻ എന്റെ 2ാമത്തെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഈ എന്നാ പറയണേ നമ്മുടെ ടാക്സിന്റെ പ്രശ്നം വരുമോ? അതൊന്നും അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഒരിടത്തും വറി ചെയ്യേണ്ട ആവശ്യമില്ല. NI നമ്പർ വെച്ചിട്ട് അത് നാഷണൽ ഇൻഷുറൻസ് നമ്പർ പ്രകാരം അത് ലിങ്ക് ആയിക്കോളും. അതിനെക്കുറിച്ച് വറീഡ് ആവണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ HMRCയിൽ നിന്ന് എനിക്കൊരു ലെറ്റർ അയച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 2ാമത്തെ ജോലി ഉണ്ടല്ലോ, നിങ്ങൾ അതിൻ്റെ അകത്ത് വരുമാനം ഇതുവരെ കണക്കായിട്ട് കാണിച്ചിട്ടില്ല, അത് പ്രകാരം ഒരുപക്ഷെ നിങ്ങൾ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്പൊ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ അവര് നമുക്ക് ഒരു ഇന്റിമേഷൻ ലെറ്റർ തന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾക്ക് അടുത്ത ജനുവരി 30 നമ്മുടെ നാട്ടിലൊക്കെ ഫയലിംഗിൽ ഇൻകം ടാക്സ് ഫയലിംഗിന്റെ ഡീറ്റെയിൽസ് വരുന്ന പോലെ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള എത്ര എമൗണ്ട് വരും, എത്ര എമൗണ്ട് നമുക്ക് വരുമാനം കിട്ടും എന്നൊക്കെ കണക്ക് കൂട്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാട്ടോ ഇതെല്ലാം. മാസം തോറും കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആഴ്ച തോറും സാലറി കിട്ടുന്ന സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇത്ര എമൗണ്ട് നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് വരും, അതിന് ഇത്ര ശതമാനം നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടെന്നൊക്കെ. ഓക്കെ അപ്പോ നമ്മള് HMRCയുടെ സൈറ്റില്, ഗവൺമെന്റ് ഓഫ് UK എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റില് നമ്മൾ പോവുക. അതിനുശേഷം നമുക്ക് അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത്, നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കൊടുത്താണോ നമ്മൾ രജിസ്റ്റർ ചെയ്യണത്, നമ്മുടെ ഇവിടുത്തെ കാർഡ് കൊടുത്തിട്ടാണോ രജിസ്റ്റർ ചെയ്യുന്നത്, അതോ ബയോമെട്രിക് പെർമിറ്റ് കൊടുത്തിട്ടാണോ രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് എന്റെ BRP കാർഡ് വെച്ചിട്ടാണ്. അപ്പൊ BRP കാർഡ് വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ BRP കാർഡ് നമ്മൾ വിസ ഒക്കെ ലിങ്ക് ചെയ്യണ പോലെ തന്നെ നമ്മൾ എന്താ പറയണേ UK ഇമിഗ്രേഷൻ ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ത്രൂ നമ്മുടെ മൊബൈല് BRP കാർഡിന്റെ മുകളിൽ വെച്ച് സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യും കേട്ടോ. മൊബൈലിൽ നിന്ന് തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ തന്നെയാണ് നമ്മുടെ BRP കാർഡിലുള്ള വ്യക്തി, അതേ നാഷണൽ ഇൻഷുറൻസ് നമ്പറുള്ള വ്യക്തി എന്ന്
ഇത് ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. HMRCയുടെ ഇവിടുത്തെ ഗവൺമെന്റ് സൈറ്റുകളെല്ലാം ഹൈ സെക്യൂരിറ്റി ഫംഗ്ഷനുകൾ ഉള്ളതാണ്. 2 ഓതന്റിഫിക്കേഷൻ ഒക്കെ വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് HMRCയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് എത്ര രൂപ ഇതുവരെ വരുമാനം കിട്ടി, ഇനി എത്ര രൂപ വരുമാനം കിട്ടാനുണ്ട് ഏകദേശം, അത് അനുസരിച്ച് നിങ്ങൾ എത്ര രൂപ ടാക്സ് ചെയ്യണം, ടാക്സ് അടയ്ക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK പല പ്രൊഫഷണൽസും സ്വന്തമായിട്ട് മുതലാളിയുടെ കീഴിലല്ല ജോലി ചെയ്യണത്. പല ബിസിനസ്സുകാർ ഇപ്പൊ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വന്തം ഒരു മുതലാളിയാണ്. അദ്ദേഹത്തിന് അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലാതെ അദ്ദേഹത്തിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് വേറെ വ്യക്തികളായിരിക്കില്ല. അപ്പൊ നമുക്ക് ഉള്ള ജോലി, നമ്മളൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി നമ്മൾ ജോലി ചെയ്തു, അതിനുള്ള കൂലി നമ്മൾ മേടിച്ചു, അപ്പൊ ആ കൂലി നമ്മുടെ വരുമാനമായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ പല വീടുകളിൽ നിന്ന് നമുക്ക് മാസത്തിൽ കിട്ടുന്ന എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ വർഷത്തിലേക്കുള്ള ടാക്സ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് 12,500 മുകളിലേക്ക് 12,500 മുകളിലേക്കുള്ള തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 20% ടാക്സ് അടയ്ക്കേണ്ടത്. ഈ UK ഒന്നുകിൽ ജനിച്ച് വളർന്നവരോ അല്ലെങ്കിൽ എന്താ പറയുക UK ILR കിട്ടിയിട്ടുള്ള സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ളവരോ PR കിട്ടിയിട്ടുള്ളവർക്കൊക്കെ കുറെ അധികം ബെനിഫിറ്റുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു മാരേജ് ബെനിഫിറ്റ്, ചൈൽഡ് ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലോട്ടൊക്കെ കിട്ടുന്ന എമൗണ്ട് സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ ആളുകളാണ്, നമുക്ക് അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോ ഒരു വർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ വേറെ ആരും അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, നമുക്കുള്ള ഒരു എംപ്ലോയർ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് HMRC സൈറ്റിൽ നിങ്ങൾ പോവുക, നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളാണ് ഇത് രജിസ്റ്റർ ചെയ്ത് നമ്മളാണ് പേയ്മെന്റ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വരുമാനങ്ങൾ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൽ ഇത്ര രൂപ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മളായിട്ട് ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം അത് സത്യസന്ധമായിട്ട് അതിന് വരുന്ന പെർസെൻറ്റേജ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇവരുടെ തന്നെ ഒരു അക്കൗണ്ട് നമുക്ക് അതിൽ പോകുമ്പോൾ അക്കൗണ്ടും സോർട്ട് കോഡും ബാങ്ക് ഡീറ്റെയിൽസ് അതിലോട്ട് നമുക്ക് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാവുന്നതാണ്. ഇൻ കേസ് നമുക്ക് മാസം തോറും കൃത്യമായിട്ടുള്ള ഒരു വരുമാനമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പോലെ നമുക്ക് പേയ്മെന്റ് സെറ്റ് ചെയ്ത് വെക്കാം. ഡയറക്റ്റ് ഡെബിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് മാസം തോറും കൃത്യമായിട്ട് ടാക്സ് പോകും. ഇൻ കേസ് നമ്മളിപ്പോ ഒരു 100-200 പൗണ്ട് നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഇതിലോട്ട് അടച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. P60 എന്നാണ് ആ പേപ്പറിന്റെ പേരെന്നാണ് എനിക്കറിയുന്നത്. അതനുസരിച്ച് നമുക്ക് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ആ റിട്ടേൺ ഫയൽ ചെയ്ത എമൗണ്ട് നമുക്ക് കൂടുതലായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ അവർ റീഫണ്ട് ചെയ്തു തരും. അതുപോലെ തന്നെ നമുക്കൊരു പെനാൽറ്റി ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കൊരു 10 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു 12,500 പൗണ്ട് വരെയാണ് നമുക്കിവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പൊ ഒരു 15,000 പൗണ്ട് നമുക്ക് മൊത്തം വരുമാനമുണ്ട്. ബാക്കിയുള്ള ആ 3,000 പൗണ്ടിന്റെ നമ്മൾ ടാക്സ് അടയ്ക്കണമല്ലോ. അപ്പൊ ആ ടാക്സ് നമ്മൾ കഴിഞ്ഞ വർഷം അടച്ചില്ല എന്ന് കരുതുക, പ്രശ്നമൊന്നുമില്ല, നമുക്ക് അത് ഈ വർഷം അടയ്ക്കാൻ പറ്റും. ഈ വർഷം നമുക്കത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരെ അടയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും നമുക്കുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിയിരിക്കും. എന്ത് ജോലി ചെയ്താലും ഈ നാട്ടിൽ ടാക്സി ഡ്രൈവർ ആണെങ്കിലും ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും എന്ത് ജോലി എന്നുള്ളത് ഇവിടെ ഇല്ല. നിങ്ങൾ വരുമാനം നേടിയോ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ നിർബന്ധിതനാണ്. നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള റോഡുകളും പാർക്കുകളും എന്താ പറയണേ ലൈറ്റുള്ള ഇലക്ട്രിസിറ്റി, വൈദ്യുതി, അങ്ങനെയുള്ള എന്ത് സർവീസ്, ഗവൺമെന്റ് സർവീസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടണം. ക്വാളിറ്റി സർവീസ് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ ഉച്ചനീതിത്വമില്ല. ഏതവൻ ഇപ്പൊ ഡോക്ടർ നല്ല ശമ്പളം മേടിച്ചു, അപ്പൊ അതനുസരിച്ച് അദ്ദേഹം ടാക്സ് അടയ്ക്കണം. ഒരു ഓട്ടോറിക്ഷക്കാരൻ സാധാ കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും ടാക്സ് അടയ്ക്കണം. നമ്മുടെ നാട്ടില് കൂലിപ്പണിക്കാർക്കൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ കൂലിപ്പണിക്കാരനും ഈ ഡോക്ടർക്ക് കിട്ടുന്ന അതേ സർവീസുകൾ ഗ്യാരണ്ടീഡ് സർവീസുകളാണ്. അതിൽ ഒരു എന്താ പറയുക, ആ ഡോക്ടർക്ക് കുറച്ച് പ്രിവിലേജ് കൊടുത്തേക്കാം, പാവപ്പെട്ടവന് കുറച്ച് ഇത് വേണ്ട, അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ സർവീസ് എല്ലാവർക്കും ഈക്വൽ ആണ്. അത് നിയമത്താൽ അധിഷ്ഠിതമാണ്. ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുന്നവരെ അവരുടെ വരുമാനം കൃത്യമായിട്ട് സർക്കാരിലേക്ക് കണക്ക് കാണിച്ചിരിക്കണം. അതത് വർഷം ടാക്സ് അടച്ചിരിക്കണം. ഇനി അതിന് പറ്റുന്ന ഫൈനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെയും പല സർക്കാർ സംവിധാനങ്ങളും നമ്മൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ പുതുതായിട്ട് വരുന്നവർക്ക് നാട്ടിലെ രീതി അല്ല ഇവിടെ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോ പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല, HMRCയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കുടെ വാട്സപ്പ് നമ്പറിൽ വിളിക്കാം. ഞാൻ നമ്പർ തന്നേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്പർ തന്നേക്കാം. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഗുഡ്, സൂപ്പർ, അടിപൊളി അടിപൊളി. യാ, അവിടെ ഇരുന്നോ ഇനി. യാ, ഗുഡ്, അവിടെ ഇരുന്നോ. അപ്പൊ ഇതുപോലെ 2 ജോലിയൊക്കെ ചെയ്യുന്നവർ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ പീനൽ പെനാൽറ്റിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കമന്റ് എഴുതി അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.